ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിന്റെ പ്രത്യേകത എന്താ? മഹാക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്താ ചെയ്യുക? നാഗരാജാവും നാഗേക്ഷിയും തമ്മിലുള്ള ഒരു പ്രത്യേകത പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തിനാണ് ഹിന്ദുവിന് 30 കോടി ദേവതകൾ? ക്ഷേത്രത്തിൽ പോയി തീർത്ഥമൊക്കെ വാങ്ങാറുണ്ടോ എല്ലാവരും? എങ്ങനെ വാങ്ങും? ഇവിടെ ശയനപ്രദക്ഷിണം ഉണ്ടോ? ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്ത്രീകൾ ചെയ്യാറുണ്ടോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? വിഷ്ണുച്ച ശാസ്ത്രി, വിഷ്ണുവിനും ശാസ്താവിനും 4 പ്രദക്ഷിണം ചെയ്യണമെന്നാണ് നമ്മളുടെ ആചാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗണപതിക്ക് എത്രയാ? 1. ശിവൻ എത്രയാ? സുബ്രഹ്മണ്യൻ എത്രയാ? 2 കൈ പൊങ്ങി. സുബ്രഹ്മണ്യന് ഇവിടെ ഒരാൾ 5 എന്ന് പറഞ്ഞു, അമ്മ 5 എന്ന് പറഞ്ഞു, അവിടെ 5 എന്ന് പറഞ്ഞു, ഒരാൾ 6 എന്ന് പറഞ്ഞു, അവിടെ 6 എന്ന് പറഞ്ഞു. സുബ്രഹ്മണ്യന് ഷൺമുഖൻ എന്ന പേരേ ഉള്ളൂ. പ്രദക്ഷിണ 6 പറഞ്ഞിട്ടില്ല. 6 ഭഗവതിക്കാ പറഞ്ഞിട്ടുള്ളത്. സുബ്രഹ്മണ്യന് 5 പ്രദക്ഷിണമാണ്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് ഗണപതിക്ക് 1, ആദിത്യന് 2, ശിവന് 3, വിഷ്ണുവിനും ശാസ്താവിനും 4, സുബ്രഹ്മണ്യൻ 5, ഭഗവതിക്ക് 6, അരയാലിന് എത്രയാ? 7. അപ്പൊ അതൊരു പ്രമാണമുണ്ട്. കുംഭീ വക്രൗരവോ ഗംഗാധരേ വിഷ്ണുച്ച ശാസ്ത്രി ഷൺമുഖോ സുംബസൂദിന്യാം വൃക്ഷരാജേപ്യം വിധി. അങ്ങനെ പ്രദക്ഷിണത്തിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് പോയാൽ മാത്രമേ നമുക്കൊരു ക്ഷേത്രത്തിൽ ചൈതന്യത്തിന് പൂർണ്ണത വരുള്ളൂ, നമുക്ക് അനുഗ്രഹത്തിനും പൂർണ്ണത വരുള്ളൂ. കാരണം എന്താണ്? ആ ഓരോ ക്ഷേത്രത്തിലും പ്രദക്ഷിണം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ഞരമ്പുകൾ ബോഡിയിൽ എങ്ങനെ അടക്കം ചെയ്തിട്ടുണ്ടോ അതുപോലെയാണ്. ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിൻ്റെ പ്രത്യേകത എന്താ? പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്യുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ശിവൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, വിഷ്ണു എന്ന് പറയുന്നത് ഇവിടം വരെയാണ്, ബ്രഹ്മാവ് എന്ന് പറയുന്നത് താഴത്തോട്ടാണ്. അപ്പം ശിവൻ ശിരസായതുകൊണ്ടും ശിരസിൽ നമ്മുടെ തലച്ചോറ് അടുക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സവ്യമാർഗം. ഡോക്ടർമാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ശിരസിൽ ഇങ്ങനെ തലച്ചോറ് അടുക്കിയിരിക്കുന്നത് സവ്യമാർഗത്തിലാണ്. അതുപോലെയാണ് ശിവക്ഷേത്രത്തിൽ മുന്നിൽ നിന്ന് ആരംഭിച്ച് ഓവ് വരെയും പോയി തിരിച്ച് ഉള്ളിലൂടെ വരണമെന്നാണ്. ബലിക്കല്ലിനുള്ളിലൂടെ മുന്നിൽ വന്ന് വീണ്ടും ഓവ് വരെയും പോയി പ്രദക്ഷിണം പൂർത്തീകരിക്കണം എന്നാ പറയുക, അല്ലേ? ഇതൊരു മഹാക്ഷേത്രം അല്ലേ? അപ്പൊ ഇവിടെ ആദ്യം ആരെയാ തൊഴേണ്ടത്? ആരെയാ? അതകത്ത് കയറിയിട്ടല്ലേ. മഹാക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്താ ചെയ്യുക? ഗോപുരം ഉണ്ടല്ലോ, ഗോപുരം ദേവൻ ഇങ്ങനെ കാലും നീട്ടിയിരിക്കുക. ഈ കാലിങ്ങനെ നീട്ടിയിരിക്കുന്ന ഭാവമാണ് ഒരു ക്ഷേത്രം. അപ്പൊ ഗോപുരത്തിൽ ഭഗവാന്റെ പാദമാണ് ഗോപുരം. അപ്പൊ ആ ഗോപുരത്തെ വണങ്ങി അകത്ത് കയറണം. അതിനുശേഷം കാണുന്നത് എന്താണ്? ദേവന്റെ നട്ടല്, അല്ലേ? ഇടാ, പിങ്കള, സുഷുമ്ന 3 നാഡീഞരമ്പുകളോടുകൂടി ഉത്സവകാലത്ത് കുണ്ടലിനി ശക്തിയാകുന്ന ചൈതന്യത്തെ മുകളിൽ കൊടിക്കൂറയാകുന്ന അവസ്ഥയിൽ ഉയർത്തിക്കെട്ടി നമ്മളെയെല്ലാം സന്തോഷിപ്പിക്കുന്ന, നമ്മളെയെല്ലാം ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന, നമുക്കെല്ലാം ചൈതന്യം തരുന്ന ആ കുണ്ടലിനി ശക്തി ഉയർത്തിക്കെട്ടിയിരിക്കുകയാണല്ലേ. അപ്പോൾ ആ കൊടിമരത്തിൽ കണ്ടു തൊഴണം, അല്ലേ? ആരെ തൊഴണം? ധർമ്മശാസ്താവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാഹനത്തെ കൊടിമരത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. ആരാണ് ശാസ്താവിൻ്റെ വാഹനം? ആരാ? ഉറപ്പാണോ? ആരാണ്? കുതിരയാണ്, അശ്വവാഹനമാണ്. പലർക്കും തെറ്റായൊരു ധാരണയുണ്ട്, ധർമ്മശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ പുലിവാഹനാണെന്ന്. ഒരിക്കലും പുലിയെ അദ്ദേഹം വാഹനമാക്കിയിട്ടില്ല. കഥ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. വളർത്തമ്മയുടെ കള്ള വയറുവേദന മാറ്റുവാനായി കാട്ടിൽ പോയപ്പോൾ ദേവേന്ദ്രൻ പുലിരൂപം കെട്ടിയതാണ്. ഒരാൾ പുലിരൂപം കെട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ KSRTC ഒരു പ്രാവശ്യം കയറിപ്പോയി എന്നും പറഞ്ഞ് KSRTC എൻ്റെ വണ്ടിയാകുമോ? ഞാൻ നിത്യം ഉപയോഗിക്കുന്നതല്ലേ എൻ്റെ വണ്ടിയാകുള്ളൂ, അല്ലേ? അപ്പോൾ KSRTC എൻ്റെ വണ്ടിയല്ല, അത് സർക്കാരിൻ്റെയാണ്. എൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഞാൻ നിത്യം ഉപയോഗിക്കുന്നതാണ്. അപ്പം ഭഗവാൻ വെള്ളക്കുതിരയെയാണ് വാഹനമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് കൊടിമരത്തിൻ്റെ മുകളിൽ വെള്ളക്കുതിരയായിരിക്കും വാഹനം. അപ്പോൾ ഭദ്രകാളിയുടെ വാഹനം എന്താ? ഭദ്രകാളിയുടെ സൈലൻ്റ് ആയല്ലോ. ഭദ്രകാളിയുടെ വാഹനം എന്താ?
ഇത്രയും പ്രഭാഷണം നടക്കുന്ന ക്ഷേത്രമാണ്, പറഞ്ഞില്ലേ മോശാണ്. ഭദ്രകാളിയുടെ വാഹനം സിംഹ അല്ല, അത് ദുർഗയുടെയാ. വേതാള വാഹനം, വേതാള വാഹിന്യേ നമഃ. വേതാളത്തിന് പുറത്തല്ലേ ഭഗവതി ഇരിക്കണ. കാളിമ്യക സമപ്രഭാം ത്രിനയനാം വേതാള കണ്ഠസ്ഥിതാം. വേതാളത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ കാലിട്ടിട്ടിരിക്കുന്ന ഭാവമല്ലേ അല്ലേ? അപ്പൊ ദുർഗയുടെ വാഹനം ഏതാ? അത് കൃത്യമായിട്ട് പറഞ്ഞു, സിംഹമാണ്. അപ്പൊ ശിവന്റെയോ? നന്ദി അല്ലേ? അപ്പൊ സുബ്രഹ്മണ്യന്റെയോ? മയില്. കോഴി കൊടിക്കുക എന്നൊരു പ്രമാണമുണ്ട്. മയിലാണെങ്കിലും വേണമെങ്കിൽ കൊടിയിൽ കോഴിയെയും കെട്ടാം, കാരണം അങ്ങനെ ഒരു വിധി പറയുന്നുണ്ട്. കോഴി കൊടിക്കുക എന്നൊരു പ്രമാണമുണ്ട്. മയിൽ തന്നെയാണ് അല്ലേ? അപ്പൊ സർപ്പങ്ങൾക്ക് വാഹനമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഈ നാഗരാജാവും നാഗേക്ഷിയും തമ്മിലുള്ള ഒരു പ്രത്യേകത പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? രാജാക്കന്മാരുടെ പത്നിയെ രാജ്ഞി എന്നല്ലേ വിളിക്കുക? പിന്നെ എന്തുകൊണ്ടാണ് നാഗരാജാവിൻ്റെ പത്നിയെ മാത്രം നാഗേക്ഷി എന്ന് വിളിച്ചത്? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, എന്നിട്ട് സംസാരിക്കാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ ഇത് കഴിയുമല്ലോ. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ സംസാരിച്ചോളാം. രാജാവിൻ്റെ ഭാര്യയെ രാജ്ഞി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് നാഗരാജാവിൻ്റെ പത്നിയെ നാഗേക്ഷി എന്ന് വിളിക്കുന്നു? ഇന്ന് വരെ സംശയം ചോദിച്ചിട്ടുണ്ടോ ആരെടെങ്കിലും? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? നാഗദേവതകൾ, നാഗരാജാക്കന്മാര് യക്ഷകുലത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരുന്നത്. യക്ഷന്റെ പുത്രിയെ സ്വീകരിച്ചത് കൊണ്ടാണ് നാഗരാജാവിൻ്റെ പത്നിയെ നാഗയക്ഷി എന്ന് വിളിച്ചത്. യക്ഷപുത്രിയെ സ്വീകരിച്ചത് കൊണ്ടാണ്. മനസ്സിലായോ? ഇതൊക്കെ എഴുതി വെക്കുകയോ മനസ്സിൽ കയറ്റി വെക്കുകയോ ചെയ്യണം. കാരണം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കുവാൻ ഹിന്ദു തയ്യാറാവണം. എന്തിനാണ് ഹിന്ദുവിന് 30 കോടി ദേവതകൾ? ഒരു ഈശ്വരൻ പോരെ? ഒരു ദേവൻ പോരെ? എന്തിനാണ്? അങ്ങനെ ഒരാൾ സംശയം ചോദിച്ചാൽ അയാൾക്ക് മറുപടി കൊടുക്കുവാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. ഞങ്ങൾക്ക് 30 കോടി ദേവതകളുള്ളത് ഞങ്ങളുടെ ഭക്തിക്കനുസരിച്ച്, ഞങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, ഞങ്ങളുടെ മനോനിലവാരത്തിനനുസരിച്ച്, ഞങ്ങളുടെ ദശാകാലത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ് അല്ലേ? മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുവാൻ ഒരു ഡോക്ടർ പോരെ? പിന്നെ എന്തിനാണ് ഗൈനോക്കോളജിസ്റ്റ്? പിന്നെ എന്തിനാണ് ന്യൂറോ സർജൻ? പിന്നെ എന്തിനാണ് ഓർത്തോയുടെ ഡോക്ടർ? പിന്നെ എന്തിനാണ് പീഡിയാട്രീഷ്യൻ? ചികിത്സയുടെ എളുപ്പത്തിന് അതിന് വേണ്ടിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറെ വെച്ചിരിക്കുന്നു അല്ലേ? എല്ലാവരും MBBS കഴിഞ്ഞിട്ടാണ് പോവുക ഡോക്ടർ. പക്ഷെ ചികിത്സയുടെ, മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുന്നതിൻ്റെ എളുപ്പത്തിനാണ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഡോക്ടർമാരെ വെച്ചിരിക്കുക. ഇത് തന്നെയാണ് ഹിന്ദുത്വത്തിലെ ദേവതകൾ. നമ്മൾക്ക് 9 ദശാകാലങ്ങളില്ലേ അല്ലേ? ഉണ്ടോ? 9 ദശാകാലങ്ങളുണ്ടല്ലേ? ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ, അങ്ങനെ 9 ദശാകാലങ്ങളില്ലേ? ഈ ഓരോ ദശാകാലങ്ങൾക്കും അനുസരിച്ച് നമുക്ക് ഗുണദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ദോഷമുണ്ടാകുമ്പോൾ ആ ദേവതയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പരിഹാരം കിട്ടില്ലേ? അപ്പോൾ നമുക്ക് കൈ ഒന്ന് മടങ്ങി, നമ്മൾ അസ്ഥിക്കാണ് പ്രോബ്ലം ഉള്ളത്, നമ്മൾ പോകുന്നത് അസ്ഥിരോഗ വിദഗ്ധനെ കാണാനല്ലേ? അപ്പോൾ സൂര്യനാണ് നമുക്ക് നീചനായെങ്കിൽ നമ്മൾ ആരെ കാണാൻ പോകും? സൂര്യനെ കാണാൻ പോകും, അല്ലെങ്കിൽ ശിവനെ കാണാൻ പോകും. ചൊവ്വയാണ് നമുക്ക് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ഭദ്രകാളിയെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെയോ കാണാൻ പോകും അല്ലേ? ശനിയാണ് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ശനിയെയോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനെയോ കാണാൻ പോകും. അപ്പോൾ ചികിത്സയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡോക്ടർമാരെ വിഭജിച്ച് വെച്ചിട്ടുള്ളത് പോലെ ഭക്തൻ്റെ അഭിരുചിക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് ഈ കണ്ട 30 കോടി ദേവതകളും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ല, എനിക്ക് എല്ലാ ദിവസവും ഉള്ളതല്ലേ? അപ്പോൾ ഭക്തൻ്റെ അഭിരുചിക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനാ. ഇപ്പം എനിക്ക് എല്ലാ ദിവസവും അരി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം? പുട്ടുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം അല്ലേ, ഇഡ്ഡലി ഉണ്ടാക്കാം, ഇടിയപ്പം ഉണ്ടാക്കാം, എന്തുണ്ടാക്കാം.
എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ദേവതകൾ. എൻ്റെ മൂർത്തി ഒരു ഓടക്കുഴലുമായിട്ട് നിൽക്കുന്ന ഭാവമാണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ അത് ശ്രീകൃഷ്ണനായി. എൻ്റെ മൂർത്തി സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്ന ധാരാളം ആയുധങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മൂർത്തിയാണെന്ന് ഒരു ഭക്ത ചിന്തിച്ചാൽ അത് ദുർഗയായി. എൻ്റെ മൂർത്തി ദാരികനെ നിഗ്രഹിച്ച് നിൽക്കുന്ന അഘോര രൂപിണിയാണെന്ന് ചിന്തിച്ചാൽ അത് കാളിയായി. എൻ്റെ മൂർത്തി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനാണെങ്കിൽ അത് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ രൂപമായി. എൻ്റെ മൂർത്തി ഗംഗയെ ശിരസിൽ വഹിച്ച് പാർവതീ സമേതനായിട്ടിരിക്കുന്ന മൂർത്തിയാണെന്ന് ചിന്തിച്ചാൽ അത് ശിവനായി. അപ്പം ഇത്രയും മഹത്തരമായ, ഇത്രയും ഭക്തിയോടുകൂടി ഈ സമുദ്രം എന്ന രീതിയിൽ കിടക്കുന്ന ഒരു ആചാരം ആർക്കുണ്ട്? ഹിന്ദുവിനുണ്ട്. ആ ഹിന്ദുത്വത്തെ ഉപേക്ഷിച്ചിട്ടാണ് പലരും മതപരിവർത്തനം എന്ന് പറയുന്ന മണ്ടത്തരത്തിലേക്ക് പോകുക. സമുദ്രത്തിൽ നിന്ന് പൊട്ടക്കിണറ്റിലേക്കാണ് പോവുക. ആ പൊട്ടക്കിണർ എത്ര ദിവസം ഉണ്ടാവും? കാലാന്തരത്തിൽ അതിലുള്ള സസ്യങ്ങളൊക്കെ ചീഞ്ഞ് അതിലുള്ള മത്സ്യങ്ങൾക്ക് വേറെടുത്ത് പോകാൻ പറ്റാത്ത, പ്രജനനം നടക്കാതെ ആ വെള്ളം ചീത്തയായി നശിക്കും. ഹിന്ദുത്വം നശിച്ചിട്ടുണ്ടോ? മുഗളന്മാർ ആക്രമിച്ചു, നശിച്ചിട്ടില്ല ഭാരതത്തെ. ബ്രിട്ടീഷുകാർ ആക്രമിച്ചു, നശിച്ചിട്ടില്ല ഭാരതത്തെ. ടിപ്പു സുൽത്താൻ ആക്രമിച്ചു, നശിച്ചിട്ടില്ല ഭാരതീയ സംസ്കൃതിയും കേരളവും ഒന്നും. അപ്പോൾ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഇത് സനാതനധർമ്മമാണ്. പക്ഷെ ഇന്ന് സനാതനധർമ്മം എന്ന് പറയുവാൻ പോലും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പേടിയായി തുടങ്ങി. കാരണം എന്താണ്? നമ്മളെ ഭരിക്കുന്നവർ മറ്റു പലർക്കും വേണ്ടി നമ്മളെ ക്രൂശിച്ചു തുടങ്ങി. ശരിയല്ലേ? നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നന്നായി നടത്തുന്ന ദേവസ്വം ബോർഡ് കമ്മീഷണറും ജീവനക്കാരും ഉണ്ടെങ്കിലും വരുമാനമുള്ള ക്ഷേത്രങ്ങളെ ബലം പ്രയോഗിച്ച് ദേവസ്വം ബോർഡിൽ മുതൽ കൂട്ടി. എന്നിട്ട് ഹിന്ദുവിന് എന്തെങ്കിലും ഒരു ഉപകാരമുണ്ടോ? ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് പാവപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടിയുടെ കല്യാണം നടത്തി കൊടുത്ത ചരിത്രമുണ്ടോ? ഹിന്ദു കുട്ടിയുടെ ഉണ്ടോ? പക്ഷെ ഇന്ന് മാതൃകാപരമായി പല പ്രൈവറ്റ് ക്ഷേത്രങ്ങളും ഇന്ന് കുട്ടികളുടെ കല്യാണം നടത്തുന്നു. ഉത്സവകാലത്തുള്ള ഒരു ദിവസത്തെ വെടിക്കെട്ട് മാറ്റിവെച്ചിട്ട് ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുന്നു. ഉത്സവകാലത്ത് ആന എഴുന്നള്ളത്ത് മാറ്റിവെച്ചിട്ട് ഒരു പാവപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കുവാൻ തയ്യാറാകുന്നു. ഞാൻ പറയുന്നത്, ഹിന്ദു അവൻ്റെ കുട്ടിയുടെ കല, ഇന്നിപ്പോൾ ഇവിടെ ഗാനമേള, ഭക്തിഗാനമേള നടത്തി. നമ്മുടെ കുട്ടികളാണ് അല്ലേ? നമ്മുടെ കുട്ടികളല്ലേ? ക്ഷേത്രങ്ങളിൽ കലകളെ വർദ്ധിപ്പിക്കണം. നമ്മുടെ കുട്ടികളെ കൂടിയാട്ടം പഠിപ്പിക്കണം, കഥകളി പഠിപ്പിക്കണം, ഓട്ടംതുള്ളൽ പഠിപ്പിക്കണം. അവർക്ക് കലയിൽ പ്രാവീണ്യമുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് അരങ്ങേറ്റം എവിടെ നടത്തണം? നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടത്തണം. അരങ്ങേറ്റങ്ങൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ പണ്ട് കാലത്ത് നടത്തിയിരുന്നു. ഇന്ന് രാഷ്ട്രീയക്കാർ നമ്മളെ ഭിന്നിപ്പിച്ച് ഭരിച്ചു. നായരെന്നും നമ്പൂതിരിയെന്നും ഈഴവനെന്നും പറയനെന്നും പൊലേനെന്നും നമ്മളെ ഭിന്നിപ്പിച്ചിട്ട് ഒരു താഴ്ന്ന ജാതിക്കാരനെന്ന് വിളിക്കുന്ന ഒരാളുടെ കുട്ടി സ്റ്റേജിൽ കയറിയാൽ ഉയർന്ന ജാതിക്കാരനെന്ന് സ്വയം നടിക്കുന്നയാൾക്ക് ഈഗോ ഉണ്ടാക്കും. അങ്ങനെ ഈഗോ ഉണ്ടാക്കി നമ്മളെ തമ്മിൽ തല്ലിച്ചു. അപ്പോൾ നമ്മുടെ മനസ്സിൽ സനാതനവുമില്ല, ഹിന്ദുത്വവുമില്ല. നമ്മുടെ മനസ്സിൽ അയിത്ത ചിന്തകൾ മാത്രമേ ഉള്ളൂ ഇന്നും. അല്ലേ? ശരിയല്ലേ? അത് മാറ്റണം. ആ ചിന്ത മാറ്റണം. ഞാനിപ്പോൾ പാഞ്ചജന്യം ഭാരതം എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അധ്യാത്മഭാരതിയുടെ ദേശീയ പ്രസിഡന്റാണ്. ഞാൻ അവരോട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഇവിടെ വരുമ്പോൾ നമ്മൾ സനാതനികളായിരിക്കണം. ഒരു ചെരുപ്പഴിച്ച് ഒരു ക്ഷേത്രത്തിന് വെളിയിൽ വെക്കുന്നത് പോലെ നമ്മൾ ഇതിനുള്ളിലേക്ക് കയറിയാൽ നമ്മളെല്ലാവരും തുല്യരായിരിക്കണം. നിങ്ങൾ കുറച്ച് കാലത്തേക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കുക. BJP, കോൺഗ്രസ്, കമ്മ്യൂണിസം എല്ലാം ഉപേക്ഷിക്കുക. എന്നിട്ട് ഹിന്ദുവായി ജീവിക്കുക. അങ്ങനെ ഹിന്ദുവായി ജീവിച്ചാൽ കേരളം നിങ്ങൾക്ക് പിടിച്ചെടുക്കുവാൻ പറ്റും. നമ്മൾ പറയുന്നത് കേരളത്തിലുള്ള മന്ത്രിമാർ കേൾക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി പ്രസംഗിച്ചു, മയക്കുമരുന്ന് അമിതമായി കഴിഞ്ഞു കേരളത്തിൽ എന്ന് പ്രസംഗിച്ചപ്പോൾ വേദിയിലിരുന്ന് ചോദിക്കണം, ഒരു അമ്മ എണീറ്റിട്ട് ചോദിക്കണം, തന്നെയൊക്കെ എന്തിനാണോ ജയിപ്പിച്ച് വിട്ടത്? മയക്കുമരുന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ തൻ്റെയൊക്കെ കഴിവുകേടാണെന്ന് നിങ്ങൾ പറയുവാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ മയക്കുമരുന്ന് കേരളത്തിൽ കൂടി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ മയക്കുമരുന്ന് മാഫിയയുടെ വരെ പണം പിന്നിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മുടെ മക്കളെ വരെയും കുരുതി കൊടുക്കുന്നൊരു കാലഘട്ടത്തിലേക്ക് ഭാരതം പോയില്ല, ഇന്ത്യ പോയില്ല, പകരം കേരളം പോയി.
ഈ ആലുവ പെരുമ്പാവൂർ ഭാഗം നോക്കിയാൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന നാടായി മാറി. ശരിയല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ ധാരാളം വരത്തന്മാർ വന്നു തുടങ്ങി. പേരും നാളും ഊരുമറിയാത്ത ബംഗാളികൾ വന്നാൽ കുഴപ്പമില്ല, ബംഗ്ലാദേശികളുടെ അമിതമായ തിരികെക്കയറ്റം ഭാരതത്തിലേക്കുണ്ടായി, പ്രത്യേകിച്ച് കേരളത്തിലേക്കുണ്ടായി. അതിന് സപ്പോർട്ട് ചെയ്യുവാൻ, വോട്ടിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുവാൻ ധാരാളം ആൾക്കാർ അവരെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് നടന്നു. നമ്മൾ ഇന്ന് വരെ പേര് കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടക്കുക. അമ്മയെ മോൻ കൊല്ലുന്നു, മോനെ അമ്മ കൊല്ലുന്നു, സ്വന്തം പിഞ്ചു കുഞ്ഞിനെ അമ്മ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു, അല്ലേ? ഇതെല്ലാം ഒരു പരിധിവരെയും ലഹരി തന്നെയാണ്. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ലഹരി എന്താണ്? ഒരു കഞ്ചാവെന്ന പേരേ കേട്ടിട്ടുള്ളൂ. കൂടിപ്പോയാൽ പുകയില ഇച്ചിരി കൂട്ടി മുറുക്കിയിട്ട് ഒന്ന് തലകറങ്ങും, അല്ലെങ്കിൽ ഒരാൾ ചാരായം മാറ്റും. ഞാൻ പറയണ ഇതൊക്കെ അവർ ചെയ്തോട്ടെ, നമുക്ക് ഉപദ്രവമില്ലായിരുന്നു ഒരു പരിധിവരെയും. ഇന്ന് നമ്മൾ പോലും പേര് കേട്ടിട്ടില്ലാത്ത ലഹരിയുടെ ഉപയോഗം കൂടുകയും അത് വിൽക്കുവാൻ മറ്റുള്ളവർ തയ്യാറാവുകയും അത് വാങ്ങി സേവിക്കുവാൻ ഹിന്ദു കുട്ടികൾ തയ്യാറാവുന്നു. നിങ്ങൾ നോക്കൂ, വേറെ ജാതിയിലുള്ളവരൊന്നും ഇത് കഴിച്ച് നശിക്കുന്നില്ല, അവർ വിൽക്കുന്നേ ഉള്ളൂ. ഇത് കൂടുതലും കഴിച്ച് നശിക്കുന്നത് നമ്മുടെ മക്കളാണ്. ഞാൻ അടങ്ങുന്ന ഹിന്ദുവിൻ്റെ മക്കളാണെന്ന തിരിച്ചറിവുണ്ടാവണം. ഞാൻ അടുത്ത ദിവസം ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ വിസിറ്റ് ചെയ്തു. ഏകദേശം 265 പേരുണ്ടായിരുന്നു. 212 ഹിന്ദു കുട്ടികളാണ്. 212 ഹിന്ദു കുട്ടികളാണ്. കൊല്ലത്ത് ഞങ്ങളൊരു ഡി അഡിക്ഷൻ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. 14 ആദ്യത്തെ കുട്ടികൾ വന്നത് 14 പേര് ഹിന്ദു കുട്ടികളാണ്. ഒരു മുസ്ലിം കുട്ടി വന്നില്ല, ഒരു ക്രിസ്ത്യൻ കുട്ടി വന്നില്ല, ഹിന്ദു കുട്ടികൾ. അപ്പോൾ ആരൊക്കെയോ ഹിന്ദുവിനെ ടാർഗറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മക്കളെ അതിരാവിലെ ഉണർത്തി എണീപ്പിച്ച് നേരെ ക്ഷേത്രത്തിൽ കൊണ്ടുവരണം. അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, അല്ലെങ്കിൽ അവളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ക്ഷേത്രം എന്താണ്, ആചാരം എന്താണ്, അനുഷ്ഠാനം എന്താണെന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ ഒരു രാഷ്ട്രീയക്കാർക്കും എതിരല്ല. ഹിന്ദുവിന് വേണ്ടി ആര് സപ്പോർട്ട് ചെയ്യുന്നോ അവരുടെ കൂടെ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് എനിക്ക് മുസ്ലിങ്ങൾ ശത്രുക്കളല്ല, എനിക്ക് ക്രിസ്ത്യാനികൾ ശത്രുക്കളല്ല. ഞാൻ സനാതനിയാണ്. പക്ഷെ എൻ്റെ ധർമ്മത്തെ ആരെതിർക്കുന്നോ അയാളോട് ഞാൻ ചോദ്യം ചോദിക്കാൻ മുന്നിലുണ്ടാവും. കാരണം എൻ്റെ ധർമ്മം ഹിന്ദു ധർമ്മമാണ്, എൻ്റെ വിശ്വാസം സനാതന വിശ്വാസമാണ്. അതുകൊണ്ട് എൻ്റെ ദേവതകളെയോ എൻ്റെ ധർമ്മത്തെയോ ആര് മോശമാക്കി പറയുന്നോ അവരോട് ഞാൻ ചോദ്യം ചോദിക്കും. കാരണം ഞാൻ എൻ്റെ ധർമ്മം കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കുന്നില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞ് നമ്മൾ ആ ആപ്തവാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു. അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് ആ ആപ്തവാക്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ നമ്മൾ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് ഇപ്പം നമുക്കിവിടെ കാലുകുത്താൻ ഭൂമി ഇല്ലാതായി, അല്ലേ? അവസാനം എന്ത് ചെയ്യണം? ധർമ്മത്തെ സംരക്ഷിക്കുവാൻ നാക്കാകുന്ന ആയുധത്തെ കയ്യിലെടുക്കണം. വാളും പരിചയൊന്നും വേണ്ട. നാക്കാകുന്ന ആയുധത്തെ കയ്യിലെടുത്ത് നമ്മൾ സത്സംഗങ്ങൾ നടത്തണം, ബോധവൽക്കരണം നടത്തണം. നമ്മളിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോകുന്നവരെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കണം. അതിന് എത്ര പേർക്ക് കഴിയും? ഒരു ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുവാൻ വിലാസിനി ചേച്ചി 5 ദിവസം അടുപ്പിച്ച് പോയാൽ ശാരദ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറ്റം പറയും. വിലാസിനി 5 ദിവസമായിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്, എന്തോ ദുരുദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് ശാരദ കുറ്റം പറയും. വിലാസിന് പോക്ക് നിർത്തും. ഞാനായിട്ട് എന്തിനാ പോണത്? ഞാൻ അമ്പലത്തിൽ പോകുകയാണെങ്കിൽ ശാരദയ്ക്കും ഫാമിലിക്കും കണ്ണുകടിയാണ്, അല്ലെങ്കിൽ അവരെ കുറ്റം പറയും, അല്ലേ? അപ്പോൾ ഒരു ഹിന്ദു 10 ദിവസം അടുപ്പിച്ച് അമ്പലത്തിൽ പോയാൽ ഏതോ മോശം കാര്യത്തിന് പോകുന്ന ഭാവേന നമ്മൾ തന്നെ അവരെ നോക്കുന്നത് കൊണ്ടാണ് പലർക്കും ഇന്ന് ക്ഷേത്രത്തിൽ പോകാൻ മടി. 1-ാം തീയതികളിൽ അമ്പലത്തിൽ വരുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? കൈപൊക്കിക്ക്. ഇതാ ഇത്രേ ഉള്ളൂ. വളരെ വിരലുണ്ടാവുന്നവരെ കൈപൊക്കുള്ളൂ. കാരണം 1-ാം തീയതി മറന്നു പോകും. നമ്മൾ ഇംഗ്ലീഷ് സംസ്കാരത്തിലാണ് എപ്പോഴും ജീവിക്കണത്. 12 മണി കഴിയുമ്പോൾ തൻ്റെ കുട്ടീനെ ഉണർത്തി തല്ലി എണീപ്പിച്ച് അവൻ്റെ 5-ാം വയസ്സിൽ 5 മെഴുകുതിരി കത്തിച്ച് വെച്ച് ആ മെഴുകുതിരി ഊതിക്കെടുത്തി അവൻ്റെ 5 വർഷത്തെ നശിപ്പിച്ചിട്ട് കേക്കും മുറിച്ച് അവൻ്റെ വായിലും വെച്ച് കൊടുത്തിട്ട് തിരിച്ചു കിടത്തി ഉറക്കും. എന്ന് പറഞ്ഞാൽ ഭഗവാനെ 1000 കൊല്ലം ഇരുൾ മൂടിക്കിടന്നൊരു ഗുഹയ്ക്കകത്ത് ഒരു ദീപം തെളിച്ച് വെച്ചാൽ 1000 കൊല്ലത്തെ ഇരുട്ട് മാറുമെന്നാണ് ദീപം നമ്മളെ പഠിപ്പിച്ചത്.
ആ കുട്ടിയുടെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് വിളിച്ചെണീപ്പിച്ച് 5 തിരിയും കത്തിച്ച് വെച്ച് അത് ഊതി അവനെ കൊണ്ട് തന്നെ ആ ദീപത്തെ എനിക്ക് പ്രകാശം വേണ്ട, എനിക്ക് സച്ചിന്ത വേണ്ട, എനിക്ക് ഇരുട്ട് മതിയെന്നും പറഞ്ഞ് ഊതിക്കെടുത്തിയിട്ടാണ് അവൻ്റെ ജന്മദിനം ആഘോഷിക്കുക. പിന്നെ അവൻ എങ്ങനെ മയക്കുമരുന്ന് കഴിക്കാതിരിക്കും? കാരണം അമ്മ തന്നെയാണ് ചെയ്യണത്, ഊതിക്കെടുത്തിച്ച് അവൻ്റെ ഇരുട്ട് അവൻ്റെ വെളിച്ചത്തെ നശിപ്പിക്കുക. ഞാൻ പറയുന്നത്, ഞാൻ പല ക്ഷേത്രങ്ങളും പറയാറുണ്ട്, ഈ കമ്മിറ്റിക്കാർ അടുത്ത വർഷം ഒരു അനൗൺസ്മെൻറ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ മക്കളുടെ ജന്മദിനം ഹൈന്ദവാചാരപ്രകാരം ആഘോഷിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുക ഈ ദേവസ്വത്തിന്, അതായത് നമ്മുടെ കമ്മിറ്റിക്കാർക്ക്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആ കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കുക, ആ മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല ദമ്പതികൾക്കുള്ള അവാർഡ് കൊടുക്കുക. കൃത്യമായി എല്ലാ ക്ഷേത്രങ്ങളും ആചരിച്ച് നമ്മുടെ ഹിന്ദു ഭവനങ്ങളിലെല്ലാം നമ്മളുടെ ആചാരപ്രകാരം ജന്മനക്ഷത്ര ഹോമം, ജന്മനക്ഷത്ര പൂജ ഒക്കെ നടത്തും. ശരിയല്ലേ? എന്താ ചെയ്യേണ്ട പിറന്നാളിന്? ബ്രാഹ്മമുഹൂർത്തത്തിൽ ആ കുട്ടിയെ ഉണർത്തുക, എന്നിട്ട് കുളിപ്പിക്കുക, എന്നിട്ട് മുത്തശ്ശി കയ്യും പിടിച്ച് അല്ലെങ്കിൽ അമ്മയും അച്ഛനും കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ പോവുക. പോകുന്ന വഴിയൊക്കെ കഥകൾ പറയുക, പുരാണങ്ങളൊക്കെ. മക്കളെ, ജന്മദിനം ഇങ്ങനെയാണ്, ഇങ്ങനെ ആഘോഷിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ വരുമ്പോൾ മുത്തശ്ശി പറയും, ഇതാണ് മോനെ അരയാൽ, ഇതിൽ ധാരാളം ഓക്സിജൻ്റെ അളവുണ്ട്, ഇതിന് ചുവട്ടിലിരുന്നാൽ നമുക്ക് നല്ല എനർജി കിട്ടും, ഇതിന് പ്രദക്ഷിണം ചെയ്താൽ നമുക്ക് നല്ല ശാരീരിക ഗുണം കിട്ടും, കാര്യക്ഷമത ഉണ്ടാവും, നല്ല ബുദ്ധിയെ പ്രകാശിക്കും. ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രമെന്ന് പറഞ്ഞാൽ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന അവസ്ഥയാണ്. ക്ഷയമെന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ, അജ്ഞത, നമ്മളുടെ ഇരുട്ട് മാറ്റുന്ന സ്ഥലമാണ്. ഇവിടെ ഇരിക്കുന്ന ധർമ്മശാസ്താവാണ്. ധർമ്മശാസ്താവും അയ്യപ്പനും രണ്ടും രണ്ടാണ്. ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ആ കുട്ടിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൊഴിയിച്ച് തീർത്ഥവും ചന്ദനമൊക്കെ വാങ്ങി തൊടിയിച്ച് ആ കുട്ടിയുടെ പേരിൽ ജന്മനക്ഷത്രമാണ് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ ചെന്ന് അവന് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി അവൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ചുറ്റുമിരുത്തി ഒരു വിളക്ക് കത്തിച്ച് ഒരു കലശമൊക്കെ വെച്ച് അതിനെ പൂജിച്ച്, അമ്മയ്ക്ക് തന്നെ പൂജിക്കാം, ജന്മനക്ഷത്ര കലശമാണ്, മോൻ്റെ പേരിൽ ഒരു വിഷ്ണു പൂജയൊക്കെ സങ്കല്പിച്ച് ചെയ്ത് ആ കലശം ആ കുട്ടിയെ തളിച്ച് അവൻ്റെ കൂട്ടുകാരെ വിളിച്ച് നല്ല സദ്യ കൊടുക്കണം. അങ്ങനെ വളരുന്ന കുട്ടിയുടെ സംസ്കാരം എന്തായിരിക്കുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞിട്ട് ഏറ്റവും നല്ല രീതിയിൽ ജന്മദിനം ഹൈന്ദവാചാരപ്രകാരം ആഘോഷിക്കുന്ന ആ ഭവനത്തിന്, ആ വീട്ടുകാർക്ക് അവാർഡ് തരും ഞങ്ങൾ അടുത്ത വർഷം മുതൽ. ആ കുട്ടിക്ക് സ്പെഷ്യൽ അവാർഡ് കൊടുക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വളരണ്ടേ നമ്മുടെ ആചാരത്തെ? ക്രിസ്ത്യാനിക്കില്ലേ വേദപഠനം? മുസ്ലിംസിന് കൃത്യമായിട്ടില്ലേ ഖുറാൻ പഠനം? ഹിന്ദുവിന് എന്ത് പഠനമുള്ളത്? 2 ആഴ്ച അടുപ്പിച്ച് വെള്ളിയാഴ്ച പള്ളിയിൽ പോയില്ലെങ്കിൽ ഉസ്താദ് വിളിക്കും, അഹമ്മദേ എന്തുകൊണ്ട് പള്ളിയിൽ വന്നില്ല? ഇനി നീ 1 ആഴ്ച കൂടെ വന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറയും, അല്ലേ? ക്രിസ്ത്യാനികൾ ഞായറാഴ്ചകളിൽ കൃത്യമായി പള്ളിയിൽ പോകും. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുമ്പോൾ 2 or 3 ആഴ്ച വന്നില്ലേ പറയും, ജോസഫേ ഇനി ഒരു 2-3 ആഴ്ച കൂടെ വന്നില്ലെങ്കിൽ മോളുടെ കല്യാണമൊക്കെ വരുന്ന, പള്ളിയിലോട്ട് വരേണ്ടി വരില്ല എന്ന് പറയും. ഇവിടുത്തെ പ്രസിഡൻറ്റ് പറയുകയാണ്, ദിവാകര കുറേ കാലമായല്ലോ അമ്പലത്തിലോട്ട് കണ്ടിട്ട്, ഇനി വന്നില്ലെങ്കിൽ ദിവാകരനെ ഇങ്ങ് കയറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റ് ഇറങ്ങാൻ കാത്തിരിക്കും അവിടെയുള്ള ഏതെങ്കിലും കൂട്ടുകാരെ വിളിച്ച് പ്രസിഡൻറ്റിന് കൊട്ടേഷൻ കൊടുക്കാൻ. ഇതാണ് ഹിന്ദുവിൻ്റെ സംസ്കാരവും മറ്റുള്ളവരുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം. ഈ ഒരു തോട്ട് മാറണം, അല്ലേ? സന്ധ്യാസമയത്ത് ഒരു 7-7:30 മണിയാകുമ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ മുട്ടിൽ നിന്ന് കുരിശ് വരച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കൂ. നമ്മുടെ വീട്ടിലോ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം കയറി വരിക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭക്ഷണം തരാമെന്ന് പറഞ്ഞാൽ ആ വിളക്കെടുത്ത് നിങ്ങളുടെ തലക്കടിക്കും. ഇതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ വ്യത്യാസം. ഇതെല്ലാം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ സംസ്കാരം ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ? ഇന്ന് പ്രാർത്ഥന കുറഞ്ഞില്ലേ? നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന, പകരം പൂജാമുറികളായില്ലേ, അല്ലേ? ഇന്ന് വീട് വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായിട്ടുള്ളൊരു പൂജാമുറി വെക്കും, അല്ലേ? ആ ഭംഗിയായിട്ടുള്ള പൂജാമുറി വെച്ചിട്ട് അതിനകത്ത് ലോകത്ത് കിട്ടാവുന്ന എല്ലാ പ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെ വാങ്ങി വെക്കും. എന്നിട്ടൊരു 5:30 കഴിയുമ്പോൾ അവിടെ ഒരു വിളക്ക് നല്ല എണ്ണയൊക്കെ ഒഴിച്ചങ്ങോട്ട് കത്തിച്ച് വെച്ചിട്ട് വാതിലങ്ങ് അടയ്ക്കും. എന്തിനാണെന്നറിയാവോ? പ്രാർത്ഥിക്കാനല്ല. 6 മണി മുതൽ സീരിയലുണ്ട്, ഏകദേശം ഒരു 10 മണി വരെ അത് കാണാനുള്ളൊരു ത്വരയാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഒരു 7 മണിക്ക് സിനിമയുണ്ട്, അത് കാണാനാണ്. ഈ വിളക്ക് അവിടെ ഇരുന്ന് തനിയെ കത്തി 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 കരിന്തിരി കത്തി അണയും, നമ്മളെ മറന്നു പോകും. പിന്നെ ഈ പൂജാമുറി ഇത്ര ഭംഗി, വലിയ വീട് വെച്ചിട്ട് പൂജാമുറി എന്തിനാ? നാട്ടുകാരെ കാണിക്കാനാ? പ്രദർശന ഭക്തിയാ? എനിക്ക് വലിയ പൂജാമുറിയുണ്ട്, വലിയ വിഗ്രഹങ്ങളുണ്ട് എന്ന് പ്രദർശന ഭക്തിക്കൊന്നൊരു കാര്യമില്ല. നിലവിളക്ക് നിലത്തിരുന്ന് വിളങ്ങുന്നതാണ് നിലവിളക്ക്.
എന്തിനാ നിലവിളക്ക് കത്തിക്കുക സന്ധ്യാസമയത്ത് നമ്മുടെയൊക്കെ വീട്ടിൽ? എന്തിനാ കത്തിക്കുക? എന്തിനാ നിലവിളക്ക് കത്തിക്കുക വീട്ടിൽ? കത്തിക്കാറുണ്ടോ? ഇല്ല. ഉണ്ട്. എപ്പോഴാണ് കത്തിക്കുക? സന്ധ്യാസമയത്ത് അല്ലേ? ശ്രീസന്ധ്യ എന്ന് പറയുന്ന ത്രിസന്ധ്യ അല്ലേ? രാവും പകലും കൂടെ സംയോജിക്കുന്ന സമയം. എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു സയൻസ് ഉണ്ട് അതിൽ. നമ്മൾ ലക്ഷദീപങ്ങൾ കത്തിക്കുന്ന എപ്പോഴാ? സന്ധ്യക്കല്ലേ. ദീപാവലി എപ്പോഴാ? സന്ധ്യക്കല്ലേ. മൺചിരാതുകൾ കത്തിക്കുന്ന എപ്പോഴാ? സന്ധ്യക്കല്ലേ. എന്തിനാണ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉണ്ടാകുന്ന സമയം സന്ധ്യയ്ക്ക്, രാവും പകലും കൂടെ സംയോജിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ പൂർവികർ കണ്ടെത്തി വിഷാംശത്തെ എങ്ങനെ നീക്കാം. ഓട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ, ആ വാക്ക് ഓർത്തോളണം, നല്ലെണ്ണയല്ല ഞാൻ പറഞ്ഞു, നല്ല വെളിച്ചെണ്ണ. ഓട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ദീപം പ്രകാശിക്കുമ്പോൾ അന്തരീക്ഷ ശുദ്ധി ഉണ്ടാകുമെന്ന് പൂർവികർ കണ്ടെത്തി. പ്രകൃതിയിലുള്ള വിഷാംശത്തെ ഓടും നാടൻ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർന്ന് കത്തുന്ന ദീപം വലിച്ചെടുക്കും. അതിന് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ ശരീരോഷ്മാവിലേക്ക് ആ ശുദ്ധി ചെയ്ത എനർജിയെ ആ നല്ല ശരീരോഷ്മാവിലേക്ക് കടത്തിവിടും. ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ അമ്മ അകത്ത് കയറിപ്പോയി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും മക്കളെ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി ആ കുട്ടിയിലേക്ക് പോകും. പക്ഷെ നമ്മൾ പോലും അറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കില്ല നമ്മൾ നടത്തുക. സന്ധ്യാസമയത്ത് ഒരു വീട്ടിലാണോ ദീപം കത്തുക? 10 കോടി ഹിന്ദുക്കളുണ്ടെങ്കിൽ 5 കോടി ഹിന്ദുക്കളുടെ വീട്ടിൽ ദീപം കത്തില്ലേ? മിനിമം 2 ദീപാകുമ്പോൾ ഒരു 4 കോടി ദീപാവില്ലേ? എത്രയോ ക്ഷേത്രങ്ങളിൽ ലക്ഷദീപം നടക്കാറില്ലേ? എന്താണ്? ആ സന്ധ്യാസമയത്ത് പ്രകൃതിയിലുള്ള വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുത്ത് പ്രകൃതി ശുദ്ധിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ലക്ഷദീപം, കോടി ദീപം ഇവയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടായത്. നിലവിളക്കിൻ്റെയും പ്രാധാന്യം അതാണ്. നിലത്തിരുന്ന് വിളങ്ങുന്നത് കൊണ്ടാണ് വിളക്കിന് നിലവിളക്കെന്ന് പേര് വന്നത്. ഇന്ന് ഓരോ കച്ചവടക്കാർ ഹിന്ദുവിനെ എങ്ങനെ പറ്റിക്കാമെന്ന് കരുതി ലക്ഷ്മി വിളക്ക്, കാര്യസിദ്ധി താമര വിളക്ക്, ആമവിളക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇറക്കി. നമ്മൾ നമ്മുടെ നിലവിളക്കെടുത്ത് ഭരണത്ത് വെച്ചു, പകരം തൂക്കുവിളക്കിട്ടു, ലക്ഷ്മി വിളക്കിട്ടു. ഒരു ഗുണമില്ല. കാരണം എന്താണ്? ഈ നിലവിളക്കിൻ്റെ നിർമ്മിതി തന്നെ ഒരു ദേവശരീരം അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരം പോലെയാണ്. അതിൽ സ്നേഹമാകുന്ന എണ്ണയെ ഒഴിച്ച് മനസ്സിനെ പ്രകാശിപ്പിക്കലാണ് ദീപലക്ഷണം. അല്ലാതെ ലക്ഷ്മി വിളക്ക് നമ്മുടെ പുരാണത്തിലില്ല. അഷ്ടലക്ഷ്മി വിളക്ക് ഒട്ടുമില്ല. ഉണ്ടോ? ഏത് പുരാണത്തിലാ? ഉണ്ട്. കൂർമ്മ വിളക്കുണ്ടോ? എവിടെയുണ്ട്? ഇനി വരുന്നുണ്ട് വാസ്തുവിളക്ക്. ഇതൊന്നും നമ്മുടെ പുരാണങ്ങളിലുള്ളതല്ല. ഇത് മാന്നാറുള്ളൊരു അയ്യര് അയാളുണ്ടാക്കിയതാണ് ഈ ഐശ്വര്യം ഉണ്ടാകുന്ന അഷ്ടലക്ഷ്മി വിളക്ക്. പുള്ളിക്ക് ഭയങ്കര ഐശ്വര്യം ഉണ്ടായി. ഹിന്ദുക്കളെല്ലാം ഇത് വാങ്ങി 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 അദ്ദേഹത്തെ കോടീശ്വരനാക്കി. കാര്യസിദ്ധി താമര വിളക്ക്, അനുഗ്രഹതീർത്ഥം വെണ്ണല കൊച്ചി, ഒരു ജോസഫ് എന്ന് പറയുന്ന ആൾ ഡിസൈൻ ചെയ്തതാ. അയാളും കോടീശ്വരനായി. ചൈനക്കാരും നന്നായി ഹിന്ദുവിനെ കൊണ്ട്. കാരണം ചൈന ചിന്തിച്ചു ഭാരതത്തിൽ എന്ത് ബിസിനസ് ചെയ്താൽ പച്ച പിടിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലായി ഐശ്വര്യം 1000 രൂപയ്ക്ക് കൊടുത്താൽ മണ്ടന്മാരായ ഹിന്ദുക്കൾ അത് വാങ്ങും. അങ്ങനെ അവർ ബഡ് ചെയ്തിട്ടൊരു മുള ഇറക്കി. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചോ, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന്. പണ്ട് കാലത്ത് എല്ലാ തറവാടിൻ്റെയും തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കൊരു കുളവും കാവും ഉണ്ടായിരുന്നു, മുളങ്കൂട്ടം ഉണ്ടായിരുന്നു. ആ മുളം ഇങ്ങനെ ആർത്ത് വളരുന്ന അനുസരിച്ച് ആ കുടുംബത്തിൽ 5ഉം 10ഉം തലമുറകളായിട്ടുള്ള കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു, തമ്മിൽ തല്ലാതെ. എന്നീ മുളയൊക്കെ വെട്ടിക്കളഞ്ഞോ അന്നു മുതൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാണ്ടായി. കാരണം എന്താണ്? മുളയ്ക്ക് ശബ്ദതരംഗത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ളൊരു കഴിവുണ്ട്. നമ്മൾ പോടാ എന്ന് പറയുന്നതിനെ പൊയ്ക്കോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനുള്ള ശബ്ദതരംഗത്തെ ശുദ്ധി ചെയ്യുവാനുള്ള ഒരു കഴിവ് മുളയ്ക്കുണ്ട്. അതുകൊണ്ടല്ലേ സാക്ഷാൽ കണ്ണൻ മുളം തണ്ടിൽ 5 സുഷിരങ്ങളിട്ടിട്ട് കൂട്ടം തെറ്റിപ്പോയ ഗോക്കളവരെ വിളിച്ചു വരുത്തിയില്ലേ? അപ്പം മുളയുടെ ധർമ്മം എന്താണ്? അന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വർണത്തിലോ വെള്ളിയിലോ ഒക്കെ ഓടക്കുഴലിൽ പണിതിട്ട് അത് വെച്ച് കൊണ്ട് നടന്നുകൂടായിരുന്നോ? എന്തുകൊണ്ടാണ് മുളം തണ്ടിൽ സുഷിരങ്ങളിട്ട് ഓടക്കുഴലിൽ ഊതിയിരുന്നത്? മുളയുടെ ധർമ്മം നമ്മളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മുളയെല്ലാം പാമ്പ് കയറുമെന്നും പറഞ്ഞ് ഏതോ പെന്തക്കോസ്തുകാരൻ പറഞ്ഞിട്ട് വെട്ടിക്കളഞ്ഞു. ശ്രീകൃഷ്ണൻ ഓടക്കുഴലുമായിട്ട് നിന്നാൽ ഓടക്കുഴൽ വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഐശ്വര്യത്തെ ഊതിയകറ്റുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് ഓടക്കുഴലും വാങ്ങി ഹിന്ദു ദൂരെ കളഞ്ഞു. അതൊക്കെ പെന്തക്കോസ്ത് മിഷണറിമാരുടെ തന്ത്രമായിരുന്നു, ഹിന്ദുവിനെ കൺഫ്യൂഷനാക്കാൻ. അല്ലേ? എത്രയോ വീട്ടിൽ കളഞ്ഞില്ലേ? ഓടക്കുഴൽ വെച്ചാൽ കൃഷ്ണൻ ഊതിയകറ്റും ഐശ്വര്യം. എവിടെയാ കൃഷ്ണൻ ഐശ്വര്യത്തെ ഊതിയകറ്റുക? കൃഷ്ണൻ്റെ ഹൃദയമാണ് ഓടക്കുഴൽ. അതില്ലാതെ നിൽക്കുന്ന കൃഷ്ണനെ സങ്കല്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? സ്വന്തം മോൻ അവൻ നന്നായിട്ട് പഠിച്ച്
വളർന്ന് വലിയൊരു നിലയിലെത്തണമെന്ന് ആഗ്രഹിക്കാതെ ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? ഉണ്ടോ? അവൻ്റെ ഏറ്റവും വലിയ ആയുധമല്ലേ അവൻ്റെ പുസ്തകവും പേനയും. നീ ഇനി പുസ്തകവും പേനയും കൈകൊണ്ട് തൊടണ്ടെന്നും പറഞ്ഞിട്ട് ദൂരെ കളയുമോ നിങ്ങളാരെങ്കിലും? ഇല്ലല്ലോ. അതുപോലെയാണ് ഭഗവാൻ ഓടക്കുഴൽ. ഇത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് പരാജയം ഉണ്ടാവും. ഇന്നെല്ലാവരും സിന്ദൂരവും ചന്ദനവും ഒക്കെ കൃത്യമായിട്ട് തൊട്ടിട്ട് വന്നിട്ടുണ്ട്. സ്റ്റിക്കർ പൊട്ട് ഞാനിവിടെ അധികം കണ്ടില്ല. നമ്മൾ ഐശ്വര്യപൂജക്കൊക്കെ പോകുമ്പോഴേ ഉഷാവുതുപ്പ് തൊടുമ്പോൾ ഏറ്റവും വലിയ സ്റ്റിക്കർ പൊട്ട് തൊട്ടിട്ടാണ് പലരും അമ്പലത്തിൽ പോവുക. അല്ല, ശരിയല്ലേ? ശരിക്കും സ്റ്റിക്കർ പൊട്ടൊന്നും തൊട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറിക്കൂടുക. കാരണം ഈ ചൈതന്യ ഗമനാഗമനം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതി വെച്ചിട്ട് ചൈതന്യം സ്ത്രീകൾക്ക് നെറ്റിത്തടത്തിലൂടെയും പുരുഷന്മാർക്ക് ഹൃദയപങ്കജത്തിലൂടെയുമാണ്. ഇത് പറയുമ്പോൾ എത്തിസ്റ്റുകൾക്ക് എന്തും പറയാം. ചൈതന്യം ഇവിടെ കൂടെ മാത്രമേ കയറുള്ളൂ, ഇവിടെ കൂടെ മാത്രമേ കയറുള്ളൂ. നമ്മൾ പഠിച്ച നമ്മുടെ ആചാരങ്ങളിൽ കുറേ സയൻസ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ക്ഷേത്രത്തിൽ കയറുമ്പോൾ വസ്ത്രം ധരിച്ചുകൂടാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഷർട്ട് ധരിച്ചുകൂടാ എന്ന് പറഞ്ഞത് ഉപാസകന്മാർ കീറിയതും വെട്ടിയതും തുന്നിയതുമായത് ധരിച്ചുകൂടാ. അതുകൊണ്ടാണ് ഒരു മുണ്ടെടുത്ത് ഒരൊറ്റ മുണ്ട് പുതച്ചിട്ട് കയറാൻ പറയുന്നത്. തുന്നിയതോ കീറിയതോ കട്ട് ചെയ്തതോ ആയിട്ടുള്ളത് ധരിച്ചുകൊണ്ട് ഉപാസന ചെയ്തുകൂടാ. അതുകൊണ്ടല്ലേ ഒറ്റത്തോർത്തെടുത്തിട്ട് ഉപാസകന്മാരും സന്യാസിമാരും ഇരിക്കുക. അതല്ലേ ഒറ്റത്തോർത്തെടുത്തിട്ട് ഒരു ഷാളിടുക. ഇതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മളിന്ന് വിവാദമാണ് എങ്ങനെ ഹിന്ദുവിൻ്റെ ആചാരവും അനുഷ്ഠാനവും എങ്ങനെ തകർക്കാം, ഹിന്ദുവിൽ എങ്ങനെ ഭിന്നത ഉണ്ടാക്കാം. നമ്മളാരെങ്കിലും പറയുന്നുണ്ടോ ഹിജാബ് ധരിച്ചുകൂടാന്ന്? ഏതെങ്കിലും ഒരു മുസ്ലിം സഹോദരൻ്റെ കുടുംബത്തിൽ നിന്നൊരു കുട്ടി ഹിജാബും ധരിച്ച്, അതായത് ഇങ്ങനെ തല മറച്ചിട്ട് വരുമ്പോൾ നമ്മൾ പറയുമോ ഇത് പാടില്ല എന്ന്? നിങ്ങളിങ്ങനെ ധരിച്ചുകൂടാന്ന് നമ്മളാരെങ്കിലും തർക്കിക്കുമോ? ഏതെങ്കിലും ഒരു ഉസ്താദ് തൊപ്പിയും വെച്ച് ഇത്രയും താടിയും വെച്ച് വന്നാൽ നമ്മളത് വേണ്ടാന്ന് പറയുമോ? പറയില്ലല്ലോ. ഏതെങ്കിലും പള്ളിയിലച്ഛൻ ലോഹ ഇട്ട് വന്നാൽ ലോഹ ഉപയോഗിച്ചുകൂടാന്ന് നമ്മൾ പറയുമോ? പറയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദുവിൻ്റെ ക്ഷേത്രത്തിൽ കയറുവാൻ ഹിന്ദുവിന് പൂർവികർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തെ മാറ്റണമെന്ന് മാത്രം ശഠിക്കുന്നത്? ഇനിയും നിങ്ങൾ റോഡിലിറങ്ങേണ്ടി വരും ഭജന നടത്തുവാൻ. ശബരിമല വിവാദമുണ്ടായപ്പോൾ കേരളത്തിലെ മുഴുവൻ ഹിന്ദു അമ്മമാരും റോഡിലിറങ്ങിയതിൻ്റെ ഫലമാണ് പലതും കേരളത്തിൽ സാധിച്ചെടുത്തത്. ഇനിയും അമ്മമാർ ചോദ്യം ചോദിക്കേണ്ടി വരും, റോഡിലിറങ്ങേണ്ടി വരും. കൂടെ ഒരു ചൂരിലും നമ്മുടെ മക്കൾ റോഡിൽ നമുക്കെതിരായി നിന്നാൽ സ്നേഹത്തോടെ ആ ചൂര് കൊണ്ട് അടിച്ച് വീട്ടിലേക്ക് ഓടിക്കുവാൻ ഇനിയും അമ്മമാർ ഇറങ്ങേണ്ട സമയം അതിക്രമിച്ചു. കാരണം ഹിന്ദുവിൻ്റെ മുകളിൽ കുതിര കയറി തുടങ്ങി അല്ലേ? അപ്പോൾ സ്റ്റിക്കർ പൊട്ട് തൊട്ടുകൊണ്ട് കഴിയാവുന്ന ക്ഷേത്രത്തിൽ പോകണ്ട. അവിടെ പറ്റുമെങ്കിൽ നല്ല അരച്ച ചന്ദന അങ്ങ് തൊടുക അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു കുളിർമ ഉണ്ടാവില്ലേ? എന്തിനാ ചന്ദനം തൊടുന്നേ? അതിരാവിലെ ക്ഷേത്രത്തിൽ വന്ന് തീർത്ഥം വാങ്ങി സേവിച്ച് ഒരല്പം ചന്ദനം തൊട്ടാൽ മുഴുവൻ നാഡീഞരമ്പുകളും വന്ന് വൃത്താകൃതിയിൽ സംഗമിക്കുന്ന ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ ചന്ദന അങ്ങ് തൊട്ടാൽ മുഴുവൻ ശരീരത്ത് ചന്ദനലേപം ചെയ്തൊരു സുഖം ഉണ്ടാകും, നല്ല ചിന്ത ഉണ്ടാകും. ക്ഷേത്രത്തിൽ പോയി തീർത്ഥമൊക്കെ വാങ്ങാറുണ്ടോ എല്ലാവരും? എങ്ങനെ വാങ്ങും? ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് കുടിച്ചിട്ട്? ഇല്ല, അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭക്തരാണ്, അങ്ങനെ ചെയ്യില്ല. ബാലൻസ് വരുന്ന തീർത്ഥം പുറകെ നിൽക്കുന്ന ആളുടെ അല്ല, തലയുടെ പുറകിൽ. ഓക്കെ. അപ്പോൾ തീർത്ഥം വാങ്ങേണ്ടതേ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ വിരൽ ചൂണ്ടി സംസാരിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ? ടീച്ചറെ എനിക്കൊരു സംശയമുണ്ട്, അച്ഛാ എനിക്കൊരു 1000 രൂപ വേണം, അമ്മേ ഭക്ഷണം റെഡിയായോ, അല്ലെങ്കിൽ പൂജാരിയുടെ എനിക്കൊരു പുഷ്പാഞ്ജലി വേണം, ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? അപ്പോൾ ഈ വിരലിന് എന്തോ ഒരു കുഴപ്പമില്ലേ? അപ്പോൾ ഇത് അഹങ്കാരമാണ്, ഇത് ബ്രഹ്മമാണ് അല്ലേ? അഹങ്കാരത്തെ ബ്രഹ്മത്തിൻ്റെ കീഴിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ തീർത്ഥം വാങ്ങുക. ആ കൈക്കുമ്പിളിൽ നാക്ക് മുട്ടുന്നത് കൊണ്ട് ചുണ്ടിൽ തൊട്ടാൽ എച്ചിലാകും. നമുക്ക് തീർത്ഥം കുടിച്ചതിന് ശേഷം ഇനി ചന്ദനം വാങ്ങാനുണ്ട്, അത് തൊടണം, ശേഷം ദേവനെ തൊഴാനുണ്ട്, ചിലപ്പോൾ ആചാര്യനെ നമസ്കരിക്കാനുണ്ട്. അപ്പോൾ അശുദ്ധമായ കൈകൾ കൊണ്ട് പാടില്ലല്ലോ. അപ്പോൾ തീർത്ഥം ഇങ്ങനെ വാങ്ങി കൈക്കുമ്പിളിലൂടെയാണ് കുടിക്കേണ്ടത്. ചുണ്ടിൽ തൊടാതെ കൈക്കുമ്പിളിലൂടെ കുടിച്ചിട്ട് ബാലൻസ് വരുന്നത് നിങ്ങളുടെ മുടി ചുറ്റി വെക്കുന്ന ശിഖയിൽ തളിക്കണമെന്നാണ് പറയണത്. എന്താ ശിഖയിൽ തളിക്കാൻ പറയണത്? മനുഷ്യ ശരീരത്തിൽ കുളിച്ചതിന് ശേഷം ആദ്യം തോകർത്തുന്ന എവിടെയാ? മുതുക. എന്തുകൊണ്ടാ? മനുഷ്യ ശരീരത്തിൽ ശിരസല്ല വെള്ളം ആദ്യം പിടിക്കുന്നത്, നട്ടല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അമ്പലക്കുളത്തിൽ പഴയ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ നിന്നിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ തുകർത്തിട്ട് കാണിക്കുന്ന കാണാം. എന്താ, അഴുക്ക് പോകാനാണെന്നാണ് നിങ്ങളുടെ ധാരണ? അല്ല,
നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ അഭിഷേകം ചെയ്തിട്ട് ആദ്യം തുകർത്തുന്നത് പിൻഭാഗമാണ് ദേവൻ്റെ. എന്തുകൊണ്ടാണ്? മനുഷ്യ ശരീരത്തിൽ നട്ടെല്ല് ജലം ആദ്യം പിടിക്കും. നട്ടെല്ല് ജലം പിടിച്ചാൽ നീർക്കെട്ടലുണ്ടാവും, പനിയുണ്ടാകും. തലയിൽ നിന്നല്ല, നട്ടെല്ലിന് നീർക്കെട്ടലുണ്ടാവും, ഉറവ് തട്ടും നട്ടെല്ലിന്. ഇത് ഞാൻ പറയുന്നതല്ല, ഡോക്ടർമാരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പോൾ ആ നട്ടെല്ലിനെ ആദ്യം ഒന്ന് തുകർത്തി ആ ജലത്തേക്ക് ഒപ്പിയെടുക്കും. അതിനുശേഷമാണ് മുഖം. അപ്പോൾ എന്താ പറയണം? മുതുകത്ത് മൂദേവി വന്നിരിക്കും, ആദ്യം മുതുക് തുടയ്ക്കുമെന്ന് പറയും. കാരണം എന്താണ്? ഭക്തിയോട് പറഞ്ഞാൽ പണ്ട് കാലത്ത് കേട്ടിരുന്നു. ഇന്ന് ഭക്തിയോട് പറഞ്ഞാൽ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയും. പണ്ട് ഭക്തിയോടുകൂടി കഥാരൂപത്തിൽ പറഞ്ഞു. ഭഗവാൻ ശ്രീരാമൻ സേതുബന്ധനം നടത്തി ശ്രീലങ്കയിൽ പോയി സീതാദേവിയെ തിരിച്ചു കൊണ്ടുവന്നു. ഇത് കഥാരൂപത്തിൽ ഒരു വലിയ നടന്നൊരു സംഭവം നമ്മളൊക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ എഴുതി വെച്ചു. നമ്മുടെ തലമുറയോ അതൊക്കെ വെറും കഥയാണെന്ന് പറഞ്ഞു. ഇന്ന് ശാസ്ത്രകാരന്മാർ തെളിയിച്ചു അത് കൃത്യമായി രാമസേതു മനുഷ്യനിർമ്മിതമാണെന്നല്ലേ? തെളിയിച്ചില്ലേ? 101 വരെ ഉണ്ടാക്കിയൊരു കഥയുണ്ട്, ഗാന്ധാരി. മാംസപിണ്ഡം അറുത്ത് 101 കുടത്തിലിട്ട് കൗരവരുണ്ടായി. ഇന്നില്ലേ സംഭവം? IVF, ടെസ്റ്റ് ട്യൂബ് ശിശു ഇന്നില്ലേ? ആരാണ്? അഭിമന്യു തൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന്, അല്ലേ? അഭിമന്യു അല്ലേ? ആരായിരുന്നു? ഞാൻ മറന്നുപോയി. അഭിമന്യു അല്ലേ? പരീക്ഷത്താണോ? ആണോ? പരീക്ഷത്തിന് പണ്ട് തക്ഷകൻ തീണ്ടിയതല്ലേ? അദ്ദേഹം തന്നെയാണ്. ആരും ആയിക്കോട്ടെ, അദ്ദേഹം അമ്മയുടെ വയറ്റിൽ കിടന്ന് പ്രതികാര കഥ കേട്ട് വളർന്ന് വെളിയിൽ വന്ന് യുദ്ധം ചെയ്യാൻ പോയില്ലേ? ഇന്ന് ശാസ്ത്രം തെളിയിച്ചില്ലേ? ഒരമ്മ ഗർഭം ധരിക്കുമ്പോൾ മുതൽ നന്നായി പാടുന്ന അമ്മയാണെങ്കിൽ പ്രസവം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പാട്ടിനോടൊരു പ്രത്യേക മമത ഉണ്ടാകും, ചിലപ്പോൾ പാടാൻ ശ്രമിക്കും. അമ്മ ആ സമയത്ത് മുഴുവൻ യുദ്ധം ചെയ്ത് ഭർത്താവുമായിട്ട് അടിവെക്കുന്നയാളാണെങ്കിൽ കൊച്ചു വെളിയിൽ വന്നിട്ട് കിയോ 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 എന്നും പറഞ്ഞ് സമാധാനം കൊടുക്കാത്തൊരു കുട്ടിയാവും. ശരിയല്ലേ? അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വളരുന്നൊരു കുട്ടിക്ക് അമ്മയുടെ മനോനിലയ്ക്കനുസരിച്ച് വളരുവാനുള്ളൊരവസ്ഥയുണ്ടെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദു പുരാണം പറഞ്ഞു. ഇന്നത് ശാസ്ത്രമായി. പുഷ്പക വിമാനം എന്ന വിമാനത്തെക്കുറിച്ചും വിമാനങ്ങളെ അളക്കുന്ന ധനുർമുഷ്ടി എന്ന കോലിനെക്കുറിച്ചും മഹാമനുഷ്യാലയ ചന്ദ്രിക 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിമാനം കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായി? അപ്പം ഇതൊക്കെ പുരാണത്തിൽ പറഞ്ഞിട്ടില്ലേ? പുരാണം ഉണ്ടാക്കിയത് ഇപ്പോഴൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ പുരാണങ്ങളെല്ലാം എന്താണ്? എന്താണ് പുരാണം? പുര അപി നവം ഇത്യേതി പുരാണം. പുര അപി നവം. പുര പഴയത്, അപി ഇപ്പോൾ, നവം പുതിയതുപോലെ. 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് അന്നും പുതിയതുപോലെയാണ്, അതിന് ഇന്നെടുത്തു വെച്ചാലും പുതിയതുപോലെയാണ്. പലരും കാലങ്ങൾക്കനുസരിച്ച് അവരുടെ പുരാണങ്ങളെ മാറ്റി എഴുതാറുണ്ട്. പുതിയ നിയമം, പഴയ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട്. ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ഒരു പുരാണം മാറ്റി എഴുതിയിട്ടുണ്ടോ? അന്നുള്ള അതേ അവസ്ഥയിൽ ഇന്ന് നിലനിൽക്കുന്നു. പുര അപി നവം ഇത്യേതി പുരാണം. പുര പഴയത്, അപി എഴുതുന്നതുകൊണ്ടാണ് പറയുന്നത്. പുര അപി നവം, പഴയത് ഇന്നത്തെ പോലെ പുതുമയോടെ നിൽക്കുന്ന അവസ്ഥയാണ് പുരാണം. അപ്പോൾ നമ്മുടെ പുരാണങ്ങളെല്ലാം ഏതൊരു കാലഘട്ടത്തെയും കിടപിടിച്ച് നിൽക്കുന്നതാവും, അല്ലേ? ഇവിടെ ശയനപ്രദക്ഷിണമുണ്ടോ? ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സ്ത്രീകൾ ചെയ്യാറുണ്ടോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തോ? അമ്മ പറഞ്ഞു സ്ത്രീയുടെ മാറിടം ഭൂമിയിൽ സ്പർശിച്ചുകൂടാ. അങ്ങനെയുണ്ടെങ്കിൽ ഭൂസ്പർശം പാടില്ലാത്ത 5 അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? പറയൂ. 5 കാര്യങ്ങൾ നേരിട്ട് ഭൂമിയിൽ പതിച്ചുകൂടാ. ആ 5 കാര്യങ്ങൾ നേരിട്ട് ഭൂമിയിൽ പതിക്കാതിരിക്കുവാൻ നമ്മുടെ പൂജാവിധികളിലൊക്കെ അതിന് അതിപ്രാധാന്യം കൊടുത്തു കാണുന്നു. കാരണം ആ 5 അവസ്ഥകൾ നേരിട്ട് ഭൂമിയിൽ പതിച്ചാൽ ഭൂമി ദേവിക്ക് അതിനെ താങ്ങാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ വിശ്വാസമാണ്. അപ്പോൾ അത് ഏതാണ് ആ 5 അവസ്ഥ? ഒന്ന്, സ്ത്രീയുടെ മാറിടം. അതുകൊണ്ടാണ് സ്ത്രീക്ക് ശയനപ്രദക്ഷിണം പാടില്ലാത്തത്. 2, നിലവിളക്ക്. അതൊരു തട്ടത്തിലോ ഇലയിലോ വെക്കണം. പിന്നെ ജപിക്കുന്നയാളുടെ ആസനം, അതിന് ബ്രാഹ്മണൻ്റെ ആസനം എന്ന് പറയണം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല. ആരാണോ ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചയാൾ, ആരാണോ ജപിക്കുന്നയാൾ, ആരാണോ യോഗതുല്യർ, ആരാണോ ഉത്തമരായ ഭക്തർ, അവരുടെ ആസനം നേരിട്ട് ഭൂസ്പർശം ചെയ്തുകൂടാ. ജപിക്കുമ്പോഴാണ്, ജപിക്കാത്തപ്പോൾ എവിടെ വേണേലും ഇരിക്കാം. നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്നുകൂടാ. അപ്പോൾ
സ്ത്രീയുടെ മാറിടം, ജപിക്കുന്നയാളുടെ ആസനം, നിലവിളക്ക്, ശംഖ്. ശംഖ് നിലത്ത് വെച്ചുകൂടാ, അതുകൊണ്ടാണ് ശംഖ് കാലിൽ വെക്കുക. പിന്നെന്താ? ഗ്രന്ഥം. നമ്മുടെ ആചാരം പറയുന്നത് ബ്രാഹ്മണൻ്റെ ആസനം, സ്ത്രീയുടെ മാറിടം, നിലവിളക്ക്, ശംഖ്, ഗ്രന്ഥങ്ങൾ. ഇത് നേരിട്ട്, ഇപ്പം രാമായണവും മഹാഭാരതവും ഒക്കെ നേരിട്ട് വെക്കാറില്ലല്ലോ, തറയിൽ ഒരു സ്റ്റാൻഡിലല്ലേ വെക്കുക. അപ്പോൾ ഗ്രന്ഥങ്ങൾ, നമ്മളുടെ ധർമ്മത്തെ നിലനിർത്തുന്ന നമ്മുടെ ഗ്രന്ഥങ്ങളൊന്നും നേരെ ഭൂസ്പർശം ചെയ്തുകൂടാ. അത് ആ ദേവനെ വർണ്ണിച്ചെഴുതിയിട്ടുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ 5 അവസ്ഥകൾ ഭൂസ്പർശം പാടില്ല എന്ന് പറയുന്നത്.